ഹായ് ഫ്രണ്ട്സ്, ഞാൻ സന്ധ്യ CC സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ 11ാമത്തെ സ്റ്റിച്ചിങ് ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മളൊരു സിഗരറ്റ് പാൻറ്റാണ് തയ്ക്കാൻ പഠിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ട്രെൻഡി ആയിട്ട് നിൽക്കുന്നത് സിഗരറ്റ് പാൻറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സിഗരറ്റ് പാൻറ്റിൻ്റെ അളവെടുക്കുന്നത് എങ്ങനെയെന്നും ആ അളവിൽ തുണി വെട്ടി എങ്ങനെയാണ് പാൻറ്റ് തയ്ക്കുന്നതെന്നും പഠിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് സിഗരറ്റ് പാൻറ്റിൻ്റെ അളവെടുക്കാം. സിഗരറ്റ് പാൻറ്റിന് 3 അളവുകളാണ് വേണ്ടത്. ആദ്യത്തേത് വേസ്റ്റ് മെഷർമെൻറ്റാണ്. വേസ്റ്റ് മെഷർമെൻറ്റ് നമ്മൾ എവിടെയാണോ പാൻറ്റ് ഇടുന്നത് ആ ഭാഗത്തിന് ചുറ്റും ടേപ്പ് ചുറ്റി അളന്നെടുക്കുക. 31 ഇഞ്ചാണ് വേസ്റ്റ് മെഷർമെൻറ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് സീറ്റ് മെഷർമെൻറ്റാണ്. സീറ്റ് മെഷർമെൻറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും വണ്ണം കൂടിയ ഭാഗത്തിന് ചുറ്റും ടേപ്പ് ചുറ്റി അളന്നെടുക്കുക. 34 ഇഞ്ചാണ് എനിക്കിവിടെ സീറ്റ് മെഷർമെൻറ്റ് കിട്ടുന്നത്. ഇനി അടുത്തതായി വേണ്ടത് ഫുൾ ലെങ്താണ്. നമ്മൾ എവിടെയാണോ പാൻറ്റ് ഇടുന്നത് ആ ഭാഗം മുതൽ താഴത്തേക്ക് നമുക്ക് എത്ര ഇറക്കമാണോ വേണ്ടത് അത്രയും ഇറക്കം അളന്നെടുക്കുക. ഞാനിവിടെ 34 ഇഞ്ച് ഇറക്കത്തിലാണ് പാൻറ്റ് തയ്ക്കുന്നത്. ഇനി നമുക്ക് സിഗരറ്റ് പാൻറ്റ് തയ്ക്കുന്നതിനാവശ്യമായ തുണിയുടെ കണക്ക് നോക്കാം. നമ്മുടെ ഇറക്കം എത്രയാണോ അതിൻ്റെ കൂടെ 6 ഇഞ്ചും കൂടെ ചേർക്കുക. ഞാനിവിടെ 34 ഇഞ്ചാണ് അളവെടുത്തിരിക്കുന്നത്. ആ 34 ഇഞ്ചിൻ്റെ കൂടെ 6 ഇഞ്ചും കൂടെ ചേർക്കുമ്പോൾ എനിക്ക് 40 ഇഞ്ചാണ് കിട്ടുന്നത്. ആ 40 ഇഞ്ച് നമുക്ക് ടേപ്പിൽ നോക്കിയാൽ മനസ്സിലാകും. 40 ഇഞ്ച് എന്ന് പറയുന്നത് 102 സെൻറ്റിമീറ്ററാണ്. അതിൻ്റെ ഇരട്ടി, അതായത് 102ൻ്റെ ഇരട്ടി 204 സെൻറ്റിമീറ്റർ തുണിയാണ് ഈ പാൻറ്റ് തയ്ക്കുന്നതിന് എനിക്ക് ആവശ്യമുള്ളത്. നമ്മുടെ ഇറക്കം എത്രയാണോ അതിൻ്റെ കൂടെ 6 ഇഞ്ചും കൂടെ കൂട്ടുക, അതിനെ സെൻറ്റിമീറ്ററിലാക്കുക, അതിൻ്റെ ഇരട്ടി കാണുക. അത്രയും തുണിയായിരിക്കും നമുക്ക് സിഗരറ്റ് പാൻറ്റ് തയ്ക്കുന്നതിന് ആവശ്യമുള്ളത്. സിഗരറ്റ് പാൻറ്റ് തയ്ക്കാനുള്ള തുണി ഞാൻ മേശയിൽ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇതൊരു നൈറ്റി മെറ്റീരിയലാണ്. ഇതിൻ്റെ വീതി 88 സെൻറ്റിമീറ്ററാണ്. ഈ പീസ് ഞാൻ 2ആയി മടക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഈ സൈഡ് വലത് സൈഡ് ഫോൾഡാണ്, ഇടത് സൈഡ് ഓപ്പണും ആണ്. ഇനി നമുക്ക് പാൻറ്റിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. ഞാനിവിടെ 34 ഇഞ്ച് ഇറക്കമുള്ള പാൻറ്റാണ് തയ്ക്കുന്നത്. ആദ്യം നമ്മൾ 2 ഇഞ്ച് പാൻറ്റിൻ്റെ പടി മാർക്ക് ചെയ്യുക. മുകൾ വശത്ത് ഇലാസ്റ്റിക് ഇടാനുള്ള പടിയാണ് നമ്മളിവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്തത്. അതിനുശേഷം നമുക്ക് പാൻറ്റിന് എത്ര ഇറക്കമാണോ വേണ്ടത് അതിവിടെ മാർക്ക് ചെയ്യുക. ഞാനിവിടെ 34 ഇഞ്ച് ഇറക്കമുള്ള പാൻറ്റാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ 34 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് പാൻറ്റിന് എത്ര ഇറക്കമാണോ വേണ്ടത് അത്രയും ഇറക്കം മാർക്ക് ചെയ്യുക. ഇനി അതിന് താഴെയായി പാൻറ്റിൻ്റെ കാലിൻ്റെ താഴത്തെ അറ്റം മടക്കി തയ്ക്കുന്നതിന് വേണ്ടി 2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് പാൻറ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്യാം. നമ്മൾ എടുത്തിരിക്കുന്ന സീറ്റ് മെഷർമെൻറ്റ് എത്രയാണോ അതിൻ്റെ 4/1 കാണുക, അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ കൂടുതൽ ചേർക്കുക. സീറ്റ് മെഷർമെൻറ്റ് ഞാനിവിടെ 34 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ആ 34 ഇഞ്ചിൻ്റെ 4/1, അതായത് 34/4 എന്ന് പറയുന്നത് 8.5ആണ്. ആ 8.5 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ ചേർത്ത് 10.5 ഇഞ്ചാണ് ഞാനിവിടെ പാൻറ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായി മാർക്ക് ചെയ്യേണ്ടത് ക്രോച്ച് ലെങ്ത് ആണ്. നമ്മൾ ഈ വണ്ണം മാർക്ക് ചെയ്ത 10.5 ഇഞ്ച് വണ്ണം മാർക്ക് ചെയ്ത അവിടെ നിന്ന് താഴത്തേക്കാണ് ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. ക്രോച്ച് ലെങ്ത് എന്ന് പറയുന്നത് സീറ്റ് മെഷർമെൻറ്റിൻ്റെ 4/1 + 2 ഇഞ്ചാണ്. സീറ്റ് മെഷർമെൻറ്റ് 34 ഇഞ്ചാണ്. 34ൻ്റെ 4/1 എന്ന് പറയുന്നത് 8.5ആണ്. 8.5യുടെ കൂടെ 2 ഇഞ്ചും കൂടെ ചേർക്കുമ്പോൾ 10.5 ഇഞ്ചാണ് എനിക്ക് ക്രോച്ച് ലെങ്ത് കിട്ടുന്നത്. ആ 10.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തത്. ഇനി ഇവിടുന്ന് നമുക്ക് 10.5 ഇഞ്ച് ഒന്നും കൂടി മാർക്ക് ചെയ്യാം. ഇനി ഈ ലൈൻ ഒന്ന് കൂട്ടി വരയ്ക്കാം. മറ്റു പാൻറ്റുകളിൽ നിന്ന് വ്യത്യാസമുണ്ട്. മറ്റു പാൻറ്റുകൾ നമ്മൾ സീറ്റ് അളവിൻ്റെ 4/1 + 4 ഇഞ്ചായിരുന്നു എടുക്കുന്നത്. ഇത് നമുക്ക് സീറ്റ് അളവിൻ്റെ 4/1 + 2 ഇഞ്ച് മതിയാവുന്നതാണ്. ഈ ക്രോച്ച് ലെങ്ത് 10.5 അടയാളപ്പെടുത്തി എടുത്തുനിന്ന് നമുക്കൊരു 2 ഇഞ്ചും കൂടി ഷേപ്പ് വെട്ടുന്നതിന് വേണ്ടി ഇപ്പുറ സൈഡിലേക്ക് മാർക്ക് ചെയ്യാം. അതായത് ഇവിടെ നമ്മൾ 10.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടി 12.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് പാൻറ്റിൻ്റെ ഷേപ്പ് വരയ്ക്കാം. ഇനി നമ്മൾ ഈ 12.5 അടയാളപ്പെടുത്തിയതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. 12.5യുടെ പകുതി എന്ന് പറയുന്നത് 6.25 അപ്പോൾ ഞാൻ ഇതിൻ്റെ സെൻറ്റർ 6.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുകയാണ്. ആ സെൻറ്റർ നമുക്ക് ഏറ്റവും താഴെ ഒന്നുകൂടി മാർക്ക് ചെയ്യാം.
മുകളിൽ അടയാളപ്പെടുത്തിയ അതേ 6.25 തന്നെയാണ് ഞാനിവിടെ മാർക്ക് ചെയ്തത്. ഇനി നമുക്ക് പാൻറ്റിൻ്റെ പാദം കടന്നു പോകാൻ എത്ര ഇഞ്ച് അളവാണോ ആവശ്യമുള്ളത് ആ അളവാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. എനിക്ക് 5.5 ഇഞ്ചാണ് ആവശ്യമുള്ളത്. 5.5 ഇഞ്ചിൻ്റെ പകുതി 2.25 ഇഞ്ച് സെൻറ്ററിൽ നിന്ന് അപ്പുറത്തേക്കും 2.25 ഇഞ്ച് സെൻറ്ററിൽ നിന്ന് ഇപ്പുറത്തേക്കും മാർക്ക് ചെയ്യുക. അതായത് സെൻറ്ററിൽ നിന്ന് 2.25 ഇഞ്ച് അപ്പുറത്തേക്കും 2.25 ഇഞ്ച് ഇപ്പുറത്തേക്കുമാണ്. ഇനി നമുക്ക് ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്നും നമ്മുടെ ഈ പാദത്തിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത ആ പോയിന്റിലേക്ക് കൂട്ടി വരയ്ക്കാവുന്നതാണ്. ഈ ഭാഗത്ത് നമ്മൾ തയ്യൽ തുമ്പ് ഇടേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ബാക്ക് പീസ് എടുക്കുമ്പോൾ അതിനകത്ത് 2 ഇഞ്ച് കൂടുതൽ ഇടുന്നുണ്ട്. നമ്മൾ ക്രോച്ച് ലെങ്ത് മുകളിൽ നിന്ന് താഴത്തേക്ക് 10.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ 10.5 ഇഞ്ച് പോയിന്റിൽ നിന്നും ഈ സൈഡിലേക്ക് നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഈ താഴെ അടയാളപ്പെടുത്തിയ പടിയുടെ ഭാഗത്തേക്ക് നമ്മൾ ഇവിടെ നിന്നും നേരെ കൂട്ടി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഈ പീസ് വെട്ടിയെടുക്കാം. വെട്ടിയെടുക്കുന്നതിന് മുമ്പായി അടിയിലത്തെ പീസ് കറക്റ്റ് ഇതിൻ്റെ ഒപ്പം ഉണ്ടോ എന്ന് ഒന്ന് നോക്കേണ്ടതാണ്. ഇനി നമുക്ക് ഈ ബാലൻസ് പീസ് ഒന്ന് തിരിച്ചിടാം. അതായത് തേര് നമ്മൾ നിൽക്കുന്ന ഈ സൈഡിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തിരിച്ചിട്ടത്. ഇനി നമുക്ക് ഈ പീസിൻ്റെ ഏറ്റവും മുകളിലായി ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം മുതൽ താഴത്തേക്ക് നമ്മൾ ആദ്യം വെട്ടി വെച്ചിരിക്കുന്ന പീസ് എടുത്ത് വയ്ക്കുക. ഇവിടെ മുതൽ ഇവിടെ വരെയാണ് 2 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ മാർക്ക് ചെയ്ത ഭാഗത്താണ് ആദ്യം വെട്ടിവെച്ച പീസ് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്നത്. ഈ ക്രോച്ച് ലെങ്ത് വരെ ഈ ഭാഗം ഒപ്പം ചേർത്ത് വയ്ക്കുക. ഇനി നമുക്ക് പാൻറ്റിൻ്റെ ഈ സൈഡിൽ മാർക്കിംഗ് ഒന്നുമില്ല. ഇനി മാർക്കിംഗ് വരുന്നത് ഈ സൈഡിൽ, ക്രോച്ച് ലെങ്തിൻ്റെ ഈ സൈഡിലാണ് മാർക്കിംഗ് വരുന്നത്. ക്രോച്ച് ലെങ്ത് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നമ്മളിവിടെ ഒരു 2 ഇഞ്ച് കൂടുതലായി മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ ലൈൻ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ഈ ക്രോച്ച് ലെങ്തിൻ്റെ ലൈൻ ആ 2 ഇഞ്ചും കൂടി നീട്ടി വരയ്ക്കുക. ഇനി നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ക്രോച്ച് ലെങ്ത് ഷേപ്പ് വരയ്ക്കാം. ഇനി നമ്മൾ ഈ 2 ഇഞ്ച് കൂടുതലായി മാർക്ക് ചെയ്ത ഈ ഡോട്ടുകൾ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായി നമ്മൾ ആദ്യം തന്നെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിരുന്നു. ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മളിവിടെ മുതൽ മുകളിലോട്ട് ഒന്നും കൂടി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ആ ക്രോച്ച് ലെങ്തിൻ്റെ ഭാഗത്ത് 2 ഇഞ്ച് വരുന്ന പോയിൻറ്റും ഇവിടെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാൻറ്റ് പീസിൻ്റെ മുകളിലത്തെ അറ്റവും കൂടി കൂട്ടി യോജിപ്പിക്കുക. അതായത് നമ്മൾ കൂടുതലായി എടുത്തിരിക്കുന്നത് ഈ ക്രോച്ച് ലെങ്തിൻ്റെ ഭാഗത്ത് മാത്രമാണ്. ഇവിടുന്ന് മുകളിലോട്ട് 2 ഇഞ്ച് കൂടുതലായി എടുത്തിരിക്കുന്നത്. ഈ ഭാഗം നമ്മൾ ആദ്യത്തെ പീസിൻ്റെ അതേ അളവ് തന്നെയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ സൈഡിൽ നമുക്ക് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ആദ്യം വെട്ടിയ ഫ്രണ്ട് പീസിൻ്റെ അതേ അളവിൽ തന്നെയാണ് ഈ സൈഡ് നമ്മൾ ബാക്ക് പീസും വെട്ടിയെടുക്കുന്നത്. ഈ സൈഡിൻ്റെ ബാക്ക് പീസ് വെട്ടുമ്പോൾ നമ്മൾ ഈ 2 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ലൈനിൽ കൂടി വേണം വെട്ടിയെടുക്കാൻ. നമ്മൾ ആദ്യം വെട്ടിയത് ഫ്രണ്ട് പീസും ഇപ്പോൾ രണ്ടാമത് വെട്ടുന്നത് ബാക്ക് പീസും ആണ്. അങ്ങനെ നമ്മുടെ സിഗരറ്റ് പാൻറ്റിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഫ്രണ്ട് പീസ് എടുക്കുക. ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ചേർത്ത് വയ്ക്കുക. ഈ ക്രോച്ച് ലെങ്ത് ഒരേ രീതിയിൽ വരാൻ പാകത്തിന് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ക്രോച്ച് ലെങ്ത് മുകൾ മുതൽ ഈ താഴെ വരെ അടിക്കാവുന്നതാണ്.
ഫ്രണ്ട് പീസിലെ ക്രോച്ച് ലെങ്തിൻ്റെ ഭാഗം ഞാൻ ഇതുപോലെ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. സെയിം കളർ നൂലായതുകൊണ്ട് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല, എങ്കിലും ഞാനിവിടെ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പീസ് എടുക്കുക. ബാക്ക് പീസും അതുപോലെ തന്നെ നല്ല വശവും ചേർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ബാക്ക് പീസും ഈ ക്രോച്ച് ലെങ്തിൻ്റെ ഭാഗം 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ബാക്ക് പാർട്ടും ക്രോച്ച് ലെങ്തിൻ്റെ ഈ ഭാഗം കൂട്ടിപ്പിടിപ്പിച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഈ ബാക്ക് പീസ് എടുത്ത് നിവർത്തിയിടുക. അതിൻ്റെ മുകളിലായി നമ്മുടെ ഫ്രണ്ട് പാർട്ട് എടുത്ത് നിവർത്തി വയ്ക്കുക. നല്ല വശവും ചേർന്ന് വരാൻ പാകത്തിന് വേണം വയ്ക്കാൻ. ഈ ക്രോച്ച് ലെങ്തിൻ്റെ 2 അടുപ്പുകളും ഒരുപോലെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് കാലിൻ്റെ അറ്റം മുതൽ നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഇങ്ങോട്ട് അടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ വളച്ച് നമ്മൾ ഈ കാലും കൂടി ചേർത്തടിച്ചെടുക്കുക. അതായത് ഈ കാലിൻ്റെ അറ്റം മുതൽ ഇങ്ങോട്ടടിച്ച് ഈ ക്രോച്ച് ലെങ്തിൻ്റെ ഭാഗത്തുകൂടി വളച്ച് ഈ കാല് വരെ അടിച്ചെടുക്കുക. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടെ ചേർത്ത് വെച്ച് അതിൻ്റെ സെൻറ്റർ ഭാഗം അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാലിൻ്റെ താഴ്ഭാഗം അടിക്കാം. നമ്മളിവിടെ 2 ഇഞ്ചാണ് കാലിൻ്റെ പടി മടക്കി തയ്ക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നത്. ആ 2 ഇഞ്ച് നമുക്ക് മടക്കി തയ്ക്കാം. ആദ്യം 1 ഇഞ്ച് മടക്കി വെക്കുക. അതിനുശേഷം വീണ്ടും 1 ഇഞ്ചും കൂടെ മടക്കി അതായത് 2 മടക്ക് മടക്കി നമുക്ക് അടിക്കാവുന്നതാണ്. 2 കാലിൻ്റെയും അറ്റം 2 മടക്ക് മടക്കി അടിച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസ് ഒപ്പം ചേർത്ത് വെച്ച് അടിക്കാം. അതായത് നമ്മുടെ ഫ്രണ്ടിലത്തെ പാർട്ട് ചെറുതും ബാക്ക് പീസ് വലുതുമാണ്. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് പാർട്ട് ഇങ്ങ് വലിച്ച് ബാക്ക് പാർട്ടിൻ്റെ ഒപ്പം വെച്ചിട്ട് ഇനി ഇതിൻ്റെ താഴെ ഒരു 4 ഇഞ്ച് നമുക്ക് ഓപ്പൺ ഇടാം. അപ്പോൾ നമ്മൾ താഴെ നിന്ന് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ മുകളിലത്തെ സൈഡ് മുതൽ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഇവിടം വരെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് തയ്ക്കുക. ഇവിടെ വരുമ്പോൾ കെട്ടിട്ട് നിർത്തേണ്ടതാണ്. ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും ഈ സൈഡ് ഒപ്പം വെച്ചതിന് ശേഷം നമ്മൾ ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ഇവിടം വരെ നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കൂട്ടിയടിക്കാം. ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ വരുമ്പോൾ നമ്മൾ കെട്ടിട്ട് നിർത്തുക. എന്നിട്ട് ഈ പീസ് തിരിച്ചു വെച്ചതിന് ശേഷം ഒന്നും കൂടി അടിക്കുക. ഇനി ഈ 4 ഇഞ്ച് ഓപ്പൺ ഇട്ടിരിക്കുന്നത് നമുക്ക് മടക്കി തയ്ക്കാം. അതിനായി നമ്മൾ ഈ പീസ് വിടർത്തി എടുത്തതിന് ശേഷം 2 മടക്ക് മടക്കി അടിക്കുക. 1/4 ഇഞ്ച് വീതിയേ എവിടെയുള്ളൂ. 1/2 ഇഞ്ചാണ് നമ്മൾ ആകെ ഇട്ടിരിക്കുന്നത്. അതിൽ 1/4 ഇഞ്ച് വീതിയിൽ മടക്കി തയ്ക്കുക. നമ്മൾ ആ കെട്ടിട്ട് നിർത്തിയ ഭാഗം വന്നു കഴിയുമ്പോൾ 2 പീസും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വലിച്ചു വെച്ചതിന് ശേഷം നേരെ തിരിച്ചു വെക്കുക. അതായത് ആ ഭാഗം നമ്മൾ സ്ക്വയർ ആയിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഇപ്പുറത്തെ പീസും 1/4 ഇഞ്ച് മടക്കി വെക്കുക. അതിനുശേഷം ഇപ്പുറത്തെ പീസിലേക്ക് നമ്മൾ നേരെ അടിച്ചെടുക്കുക. ഇനി നമുക്ക് തിരിച്ചു വെച്ച് ഇത് താഴത്തേക്ക് അടിക്കാവുന്നതാണ്. അതായത് നമ്മൾ ഈ സൈഡ് 2 മടക്ക് മടക്കി ഇവിടുന്ന് ഇവിടം വരെ അടിച്ചതിന് ശേഷം ഇവിടുന്ന് നമ്മൾ നേരെ തിരിച്ച് അപ്പുറത്തെ പീസിലേക്ക് അടിച്ചിട്ട് അവിടെ കുത്തി നിർത്തി തിരിച്ച് താഴത്തേക്ക് അടിക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇടുന്നതിനുള്ള പടി മടക്കി തയ്ക്കാം. ആദ്യം നമ്മൾ 1/2 ഇഞ്ച് വീതിക്ക് 1 മടക്ക് മടക്കി ഇത് ഫുൾ റൗണ്ട് അടിച്ചെടുക്കുക. ബാക്ക് പീസ് നമ്മളൊരു 2 ഇഞ്ച് കൂടുതൽ നീളത്തിൽ ഷേപ്പിന് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പടി വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ 1/2 ഇഞ്ച് മടക്കി ഫുൾ റൗണ്ട് അടിച്ചെടുത്തത്. ഇനി നമുക്ക് 1.5 ഇഞ്ച് വീതിയിൽ പടി മടക്കി തയ്ക്കാവുന്നതാണ്. ഇലാസ്റ്റിക് ഇടാൻ ഇവിടെ 1-2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ബാക്കി ഭാഗം കൂട്ടിയടിക്കുക. വേസ്റ്റ് മെഷർമെൻറ്റ് 31 ഇഞ്ചാണ്. ആ 31-ൽ നിന്ന് 4 കുറച്ചതിന് ശേഷം 27 ഇഞ്ചാണ് ഞാനിവിടെ ഇലാസ്റ്റിക് മുറിച്ചെടുക്കുന്നത്. ഇനി ഒരു പിൻ ഉപയോഗിച്ച് ഈ ഇലാസ്റ്റിക് നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക് ഒരു സൈഡിൻ്റെ മുകളിൽ മറ്റൊരു സൈഡ് വെച്ചതിന് ശേഷം ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം കെട്ടിയിട്ട് അടിച്ചെടുക്കാം. ഇലാസ്റ്റിക് വലിച്ചിട്ടതിന് ശേഷം നമുക്ക് ഈ ഓപ്പണും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ സിഗരറ്റ് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ തയ്ച്ച സിഗരറ്റ് പാൻറ്റാണിത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പോക്കറ്റ് വെച്ച പാൻറ്റിൻ്റെ കാലിൻ്റെ താഴ്ഭാഗത്ത് ഡിസൈൻ ചെയ്ത മറ്റൊരു സിഗരറ്റ് പാൻറ്റുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.